കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ ഭോസ്ലേക്കും സുഹൃത്തിനും ഇന്ന് വിവാഹമാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഇപ്പോൾ എം വി ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നു. ഒന്നാണെന്നാണ്, മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തെ മനുഷ്യൻ പൊതുവെ, സമൂഹം പ്രത്യേകിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഈ കേരള സ്റ്റോറി സിനിമയിലൊക്കെ മറ്റൊരു കേരളത്തെയാണ് അവർ വരച്ചു കാട്ടാൻ ശ്രമിച്ചത്. അതിനുള്ള മറുപടിയായി ഇത്തരം കാര്യങ്ങൾ മാറും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തെ മറ്റൊരു തരത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേരള സ്റ്റോറി സിനിമയിലടക്കം വരച്ചു കാട്ടിയ കേരളമല്ല. അതിനപ്പുറത്തേക്ക് മതനിരപേക്ഷത ഏതു മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിക്കാനും അതേപോലെ സ്നേഹത്തിന്റെ ഭാഗമായി ഒന്നിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹിക അവസ്ഥ രൂപപ്പെടുത്തിയെടുത്ത കേരളമാണിതെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിക്കുകയായിരുന്നു. MPയും CPMന്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയുമായ റഹീമിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് കേരളം സ്വർഗമാണെന്ന് ഒരിക്കൽ കൂടി മൊണാലിസയുടെ വിവാഹ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തിരുവനന്തപുരം ജില്ലാ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന റഹീം MPയും ഒപ്പം മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇന്നാണ് മൊണാലിസയും സുഹൃത്തും തിരുവനന്തപുരത്ത് എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ തമ്പാനൂരെത്തി സഹായം തേടുകയായിരുന്നു. വിവാഹബന്ധം, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ വിവാഹബന്ധം, അത് കുടുംബം, വീട്ടുകാർ എതിർത്തതിനെ തുടർന്നാണ് ഈ കേരളത്തിലേക്ക് അഭയം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വധുവും വരനും എത്തേണ്ടതുണ്ട്. CPIM ഏറെക്കുറെ ഈ വിവാഹം ഏറ്റെടുത്ത് നടത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. അല്പസമയത്തിനകം തന്നെ വധുവും വരനും അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുംഭമേളയുടെ ഇടയിലാണ് മൊണാലിസ വളരെ ശ്രദ്ധേയായത്. അവരുടെ ചിത്രങ്ങൾ വൈറലാവുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ. പിന്നീട് കേരളത്തിൽ അവർ എത്തുന്നത് ചില പരസ്യ പ്രചാരണങ്ങൾക്കൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം തൻ്റെ സുഹൃത്തുമായി അവർ ഇന്ന് തിരുവനന്തപുരത്തെത്തി പോലീസിനോട് സഹായം തേടി. വിവാഹം നടത്താനുള്ള സഹായം അത് അഭ്യർത്ഥിച്ചു വന്നു. ആ ക്ഷേത്രത്തിൽ അവർ നേരത്തെ എത്തുകയും ആ സഹായം തേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദിലൊരു രാഷ്ട്രീയമാനം കൂടിയുണ്ട്. അതാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എപ്പോഴേക്ക് വധുവും വരനും എത്തും? വിവാഹ ചടങ്ങുകൾ എപ്പോഴേക്ക് നടക്കും? അതിന് ഉറപ്പായിട്ടും ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ വരിക, അത് കേരളത്തെ മുഴുവൻ ഒന്നാകെ താറടിച്ച് കാണിക്കുന്ന, കേരളത്തിലെ നടക്കാത്ത സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കഥയായി മാറുക, പിന്നീട് അത് കേരളം ഒന്നാകെ എതിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് സ്നേഹത്തിന്റെ പേരിൽ ഒന്നിക്കപ്പെട്ടവർ അവർ വിവാഹം കഴിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നു, കേരളത്തിൽ അഭയം തേടുന്നു എന്ന് പറയുന്നത് ശരിക്കും അത് ആ വിവാഹം ഇവിടെ നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളതാണ്. അത് റിയൽ കേരള ലവ് സ്റ്റോറിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറിയും അതേപോലെ MPയുമായിട്ടുള്ള റഹീമ, മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെച്ചതും അക്കാര്യം തന്നെയാണ്. അതായത് കേരളം മറ്റൊരു തരത്തിലുള്ള മാതൃകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അല്പസമയത്തിനുള്ളിൽ മൊണാലിസ ഭോസ്ലെയും അതേപോലെ തന്നെ അവരുടെ കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനും ഇവിടേക്ക് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ, ദേവക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ചടങ്ങുകൾ നടക്കുക. അതിന്റെ താലി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻപത്തെ ലൈവിൽ നമ്മൾ ക്ഷേത്രം സെക്രട്ടറി അടക്കം എടുത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ രീതിയിൽ അതൊരു മാതൃകയാവുകയാണ്. ഇന്ന് രാവിലെയാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക്
സ്റ്റേഷനിലേക്ക് മൊണാലിസ ഭോസ്ലെയും അവരുടെ കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനും അഭയം തേടിയെത്തിയത്. അവർ പറഞ്ഞത് പിതാവിൽ നിന്ന് സംരക്ഷണം വേണം എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ എടുത്തു പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നത് പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു, അതുകൊണ്ടാണ് സ്റ്റേഷനിൽ അഭയം തേടിയത്, തങ്ങൾക്ക് സുരക്ഷ ഒരുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പിന്നാലെ അവരുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടിയും തുടർ നിയമസഹായവും അവർക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞാണ് സ്റ്റേഷനിൽ നിന്ന് അവരെ മടക്കിയത്. അതിനുശേഷമാണ് ഈ അരുമാനൂർ ക്ഷേത്രവുമായി മൊണാലിസ ഭോസ്ലെയ്ക്ക് ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവരുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് CPM നേതൃത്വം ഇത് അറിയുകയും CPM നേതൃത്വം ആ വിവാഹത്തിൽ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി CPM നേതൃത്വം തീരുമാനിച്ച് ഇവിടേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോ വൈറലായതോടുകൂടിയാണ് മൊണാലിസ ഭോസ്ലെ ലോക ശ്രദ്ധ നേടിയത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് ഈ താരത്തെ കാണാൻ അന്ന് വലിയ ജനക്കൂട്ടം എത്തിയതും അവരെ കച്ചവടം മതിയാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ തരംഗമായതോടെ പിന്നീട് സിനിമയിലേക്ക് തിരിഞ്ഞു. സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട സനോജ് മിശ്ര സംവിധാനം ചെയ്ത ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ഭാഗമായി കൂടിയാണ് കേരളത്തിലേക്ക് എത്തിയത്. കൊച്ചിയിലായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് പിതാവുമായി വീണ്ടും ഈ ബന്ധത്തിന്റെ ഫർമാൻ ഖാനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വഴക്കാകുന്നത് അല്ലെങ്കിൽ പ്രശ്നമാകുന്നത്. അതിനുശേഷം അവർ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ മാർഗം ഫർമാൻ ഖാനും മൊണാലിസ ഭോസ്ലെയും ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് അമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ എത്തുകയായിരുന്നു. ആദ്യം പോലീസിന് ഇവരാരെ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ വിവരങ്ങൾ അറിയുകയും വിവരങ്ങൾ അത് കൃത്യമായി തന്നെ അവർ നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും നേരത്തെ നമ്മൾ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറയേണ്ടി വരും. കാരണം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളുള്ള ക്ഷേത്രം, അവിടെ സർവ്വമത ചിന്ത അല്ലെങ്കിൽ എല്ലാ മതങ്ങളെ കുറിച്ചും ഉള്ള ചിന്തയുള്ളൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന, വിവാഹത്തിനായി പൂജിച്ച താലി അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതും കേരളത്തിന്റെ മാതൃകയായി കേരളത്തിന്റെ മോഡലായി നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വിവാഹം നടന്നു കഴിയുമ്പോൾ ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന, നോർത്ത് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തെ അടയാളപ്പെടുത്തുന്ന അങ്ങനെയല്ലെന്നും കേരളം മതേതരത്വ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മതേതരത്വ സ്വഭാവം കൊണ്ട് അടയാളപ്പെടുത്തിയതാണെന്നും കേരളത്തിന്റെ പുരോഗമന നവോത്ഥാന ചിന്തകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.